വനങ്ങളെയും മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ സംരക്ഷിക്കുകയെന്ന മഹത്തായ ദൗത്യം മുന്നിൽ കണ്ടാണ് ലോകരാജ്യങ്ങളിലെ സർക്കാരുകൾ ദേശീയോദ്യാനങ്ങൾ സ്ഥാപിക്കുന്നത്. ഇന്ത്യയിൽ 106 ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്നാൽ ഇവിടെ എങ്ങുമല്ല. ആർട്ടിക് വൃത്തത്തിനുള്ളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നോർത്ത് ഈസ്റ്റ് ഗ്രീൻലാൻഡ് നാഷണൽ പാർക്ക് എന്ന ഈ ദേശീയോദ്യാനം തൊട്ടുതാഴെയുള്ള ദേശീയോദ്യാനത്തേക്കാൾ 2 മടങ്ങ് വലിപ്പമേറിയതാണ്. മഞ്ഞുമൂടിയ വനമാണ് ഇത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലോകത്തെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലൻഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1974 ഈ പാർക്ക് സ്ഥാപിക്കപ്പെട്ടത്. 14 വർഷങ്ങൾക്ക് ശേഷം അതിന്റെ ഇപ്പോഴത്തെ വലുപ്പമായ 3.75 ലക്ഷം ചതുരശ്ര മൈലുകളിലേക്ക് ഈ വിസ്തൃതി വ്യാപിപ്പിച്ചു. ലോകത്തെ 30 രാജ്യങ്ങളെക്കാളും വിസ്തൃതിയുള്ളതാണ് ഈ ദേശീയോദ്യാനം. ഇവിടെ മനുഷ്യവാസം തീരെയില്ല. ലോകത്തിന്റെ ഏറ്റവും വടക്കേറ്റത്തെ ദേശീയോദ്യാനവും ഇതാണ്. ഡെൻമാർക്ക് നാവികസേനയുടെ ഏറ്റവും എലീറ്റ് വിഭാഗമായ സിറിയസ് ഡോഗ് സ്ലൈഡ് പെട്രോളാണ് ഈ മേഖലയുടെ സംരക്ഷണ ചുമതലക്കാർ. ഇവിടെ കാര്യമായ കൊള്ളയടിയോ അക്രമ സംഭവങ്ങളോ ഇല്ല. എന്നാൽ ഈ ദേശീയോദ്യാനത്തിലെ തീവ്രമായ കാലാവസ്ഥ തരണം ചെയ്യുന്നത് പാടുള്ള കാര്യമാണ്. അതിനാൽ ഏറ്റവും ഉന്നതമായ സേനാ വിഭാഗത്തെ തന്നെ ഇവിടെ നിയമിച്ചിരിക്കുന്നു. ബൃഹത്തായ ട്രെയിനിംഗ് നേടിയ ശേഷമാണ് ഇങ്ങോട്ടേക്കുള്ള റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നത്. കടൽ വഴി കപ്പലിൽ വിനോദസഞ്ചാരികൾക്ക് ഇവിടം സന്ദർശിക്കാവുന്നതാണ്. എന്നാൽ മോട്ടോർ വാഹനങ്ങൾ ഇതിനുള്ളിൽ നിരോധിച്ചിട്ടുണ്ട്. നായ്ക്കളെ കെട്ടിയ സ്ലൈഡ് വണ്ടികളിലാണ് ഇവിടുത്തെ യാത്ര. ധ്രുവകരടികൾ, ആർട്ടിക് കുറുക്കന്മാർ, ഗ്രീൻലാൻഡ് ചെന്നായ്ക്കൾ, വാൽറസ് തുടങ്ങി ഉത്തരധ്രുവ ജീവികളെ ഇവിടെ കാണാൻ സാധിക്കും. ലോകത്തെ 2ാമത്തെ വലിയ ദേശീയോദ്യാനം കുറേക്കൂടി പ്രശസ്തമാണ്. പവിഴപ്പുറ്റുകൾക്ക് പ്രസിദ്ധമായ ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫാണ് ഇത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന ഹെമിസ് നാഷണൽ പാർക്കാണ്. ഉത്തരാഖണ്ഡിൽ 1936 സ്ഥാപിക്കപ്പെട്ട ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ ദേശീയോദ്യാനം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.